പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 27-ാം തിരുലിഖിതം. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള എല്ലാ ഭാരങ്ങളും യേശു കർത്താവിലേക്ക് ഏൽപ്പിക്കുക. ഒരുപക്ഷെ വിശ്വാസം തീഷ്ണതയോടെ വിശ്വാസം ജ്വലിക്കുന്നൊരവസ്ഥയിലാകാം. ഒരുപക്ഷെ വിശ്വാസം മങ്ങിപ്പോയ അവസ്ഥയിലാകാം. ഒരുപക്ഷെ രോഗിയായിരിക്കാം. ഒരുപക്ഷെ തകർന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഏകനായി കഴിയുന്നൊരു സ്ഥിതിയാകാം.
എന്തവസ്ഥയിലുമാകട്ടെ, ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ വിളിക്കുക. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം തിരുലിഖിതം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടി താഴ്ത്തും, അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും. ഈ നിമിഷം നീ യേശുവിനെ വിളിക്കുമെങ്കിൽ ഇതാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ സാത്താനും അവൻ്റെ കൂട്ടാളികളും നിന്റെ കാൽ കീഴിൽ അമർന്നു പോകുന്ന സമയമാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ഇടിമിന്നൽ പോലുള്ള ശക്തിയാൽ ഇതാ സാത്താൻ കൂട്ടങ്ങൾ അലറിക്കൊണ്ട് ഓടുന്ന സമയമാണിത്. 29-ാം സങ്കീർത്തനത്തിൽ 7-ാം തിരുലിഖിതം, കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. സങ്കീർത്തനം 29-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു, അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. ഈ നിമിഷങ്ങളിൽ സാത്താൻ കൂട്ടങ്ങൾ കോട്ട കെട്ടി വസിക്കുന്ന ഒരു കുടുംബമാകട്ടെ, ഒരു സമൂഹമാകട്ടെ, ഒരു വ്യക്തി ജീവിതമാകട്ടെ, കർത്താവിനെ നീ വിളിക്കുമെങ്കിൽ ഈ സമയം സാത്താൻ കൂട്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വസ്തുവകകളിൽ നിന്ന് അലറിക്കൊണ്ട് വിട്ടുപോകുന്ന സമയമാണിത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഇടിമിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് അഗ്നിമഴ, അഗ്നിമഴ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. സ്വർഗീയ അഗ്നി, അഭിഷേകത്തിൻ്റെ അഗ്നി ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ ജീവിതങ്ങളിലേക്കും ഇപ്പോൾ മഴയായി പെയ്തിറങ്ങട്ടെ. ഹാലലുയ, ഹാലലുയ. തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ. പൈശാചിക പീഡകളിരിക്കുന്നവർ പൈശാചിക പീഡകൾ വിട്ട് ഉയർത്തെഴുന്നേൽക്കട്ടെ. ഹാലലുയ. രോഗബന്ധനങ്ങൾ കിടക്കുന്നവർ രോഗബന്ധനങ്ങൾ വിട്ട് ഇപ്പോൾ സൗഖ്യം പ്രാപിച്ച് ചാടി എഴുന്നേൽക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഒരുപാട് കാലങ്ങളായി തകർന്നിരിക്കുന്നവർ, ഒരുപാട് കാലങ്ങളായി ദുഃഖത്തിലിരിക്കുന്നവർ, ഒരുപാട് കാലങ്ങളായി കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങൾ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. സങ്കീർത്തന പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്ക് വസ്ത്രം അഴിച്ച് അവിടുന്ന് ആനന്ദമണിയിച്ചു. എൻ്റെ ചാക്ക് വസ്ത്രം അഴിച്ച് ആനന്ദമണിയിക്കുന്ന യേശുവേ, ഈ നിമിഷം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നാളുകളായി ദുഃഖത്തിൻ്റെ ചാക്ക് വസ്ത്രം ധരിച്ച്, പാപത്തിൻ്റെ ചാക്ക് വസ്ത്രം ധരിച്ച്, തകർച്ചയുടെ, കടബാധ്യതയുടെ, പരാജയത്തിൻ്റെ ചാക്ക് വസ്ത്രം ധരിച്ച് കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ, ഈ നിമിഷങ്ങൾ അവിടുന്ന് വരണമേ. അവിടുന്ന് എന്നെ ചാക്ക് വസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു എന്ന വചനം ഇപ്പോൾ അന്വർത്ഥമാകട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിലെ 27-ാമത്തെ തിരുലിഖിതം, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തനം ആരും അതിൽ പ്രവേശിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനം ഈ അടുത്ത നാളുകളിലായി എൻ്റെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. അച്ഛൻ ഒരു പ്രദേശത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു ചെന്നു. അപ്പോൾ അവിടെ നല്ല യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി. അവനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ്, നല്ല ബുദ്ധിമാൻ, നല്ല ആരോഗ്യമുള്ളവൻ, ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ, സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നവൻ. അവനെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ അവന് ഒരു താല്പര്യക്കുറവ്, അവനൊരു വിമുഖത, ഒരു ഉണർവില്ലായ്മ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പിറ്റേ ദിവസം അവനോട് ചോദിച്ചു, മകനെ, നീ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ താല്പര്യക്കുറവ് കാണിക്കുന്നത്? നിനക്ക് എന്തുകൊണ്ടാണ് നിൻ്റെ അപ്പനെ പോലെ ഉണർവില്ലാത്തത്? എന്തുകൊണ്ടാണ് നിൻ്റെ അമ്മയെപ്പോലെ ഉണർവില്ലാത്തത്? ഈ ചെറുപ്പക്കാരൻ്റെ അപ്പൻ ഒരുപാട് ഓടി നടന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന അപ്പനാണ്. ഈ ചെറുപ്പക്കാരൻ്റെ അമ്മ ഒരുപാട് ദൈവഭക്തിയുള്ള അമ്മയാണ്. ഈ ചെറുപ്പക്കാരനൊരു പെങ്ങളുണ്ട്, അവളോ വിശുദ്ധയായൊരു പെങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കുർബാന, പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, ദൈവരാജ്യവേല എല്ലാം ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ്. യൂണിവേഴ്സിറ്റിയിൽ കൂട്ടുകാരിടയിൽ കർത്താവിനെ പ്രഘോഷിക്കുന്ന ഒരു കുഞ്ഞാണ്, ഒരു കുട്ടിയാണ് ഇവൻ്റെ പെങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ കുടുംബത്തിൽ ബാക്കി 3 പേരും ഇങ്ങനെ
നീ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ താല്പര്യമില്ലാതെ നീ പകുതി നടക്കണത്? പകുതി സ്വഭാവം കാണിക്കുക. അപ്പോൾ അവൻ്റെ മനസ്സിലുള്ള ചിന്ത ആത്മാർത്ഥമായി തുറന്നു പറഞ്ഞു. അവൻ പറഞ്ഞ അവൻ്റെ വിഷമമാണ് ഞാൻ നിങ്ങളോട് പറയണത്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, എല്ലാവരും മറിയമായ ശരിയാവുമോ? ഒരാളെങ്കിലും ഒരു മർത്തയെങ്കിലും വേണ്ടേ അച്ഛാ? ഞാൻ ചോദിച്ചു, എന്താ മോനെ നീ അർത്ഥമാക്കുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ ഒഴിച്ച് ബാക്കി 3 പേരും കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാണ്. ഞാൻ ഒഴിച്ച് ബാക്കി 3 പേരും പ്രാർത്ഥിക്കുന്നവരാണ്. എൻ്റെ അമ്മ ഒത്തിരി ദൈവഭക്തിയുള്ളൊരു വിശുദ്ധയായ അമ്മയാണ്. എൻ്റെ അപ്പനും ഒരുപാട് ദൈവിക തീഷ്ണതയുള്ള അപ്പനാണ്. അവരെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ പെങ്ങളും നന്നായി പ്രാർത്ഥിക്കുന്നവളാണ്. അവളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. എന്നാൽ എല്ലാവരും ഒരു വഴിക്ക് പോയാൽ ശരിയാവുക അച്ഛാ. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എനിക്ക് എൻ്റെ അടിസ്ഥാനപരമായ ആഗ്രഹം കുറേ പണം ഉണ്ടാക്കണം, കുറേ നല്ല വീട് വെക്കണം, കുറേ ലോകത്തിൻ്റെ നേട്ടങ്ങൾ നേടണം. ഒരാളെങ്കിലും ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണ്ടേ? എല്ലാവരും ഒരു വീട്ടിൽ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പോയാൽ ശരിയാവുമോ? എല്ലാവരും മറിയമായാൽ ശരിയാവുമോ? ഒരാളെങ്കിലും അർത്ഥ വേണ്ടേ? കാര്യങ്ങൾ നടത്തണ്ടേ അച്ഛാ? അതുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ പണം നേടാൻ, ലോകത്തിൻ്റെ സമ്പത്ത് സമ്പാദിക്കാൻ, ലോക കാര്യങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും ആത്മീയ കാര്യങ്ങൾക്ക് പൊക്കോട്ടെ. ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങൾ ശരിയാക്കി നല്ല വീട് വെച്ച് നല്ല പണം ഇല്ലെങ്കിൽ അച്ഛാ ജീവിക്കാൻ ഒരു വിലയില്ല അച്ഛാ. പണം ഉണ്ടെങ്കിൽ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇവർക്ക് ചില പണം സമ്പാദിക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഞാൻ പണം സമ്പാദിച്ചോളാം. അതിനുള്ള കഴിവ് എനിക്കുണ്ട്, അതിനുള്ള ക്രിക്കറ്റ്നെസ് എനിക്കറിയാം, അതിനുള്ള വഴികളും എനിക്കറിയാം. ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെല്ലാം ആത്മീയ കാര്യത്തിന് പൊക്കോട്ടെ, ഞാനും കുറച്ചൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ കുറച്ച് ഈ കാര്യം നോക്കണ്ടേ അച്ഛാ? ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ സാത്താൻ കൗശലപൂർവ്വം കൊടുത്തിരിക്കുന്ന ചിന്ത ഇങ്ങനെയാണ്: ഒരു കുടുംബം ഉണ്ടെങ്കിൽ അതിനകത്ത് മറിയവും വേണം, മർത്തയും വേണമെന്ന്. ഞാൻ ആദ്യം കേൾക്കുന്ന ഒരു ഉപദേശമാണത്. ഹല്ലേലൂയ. ഒരു കുടുംബമായാൽ മറിയോ മർത്തയില്ലാതെ കുടുംബം പോകുമെന്ന്. 2 കൂട്ടരും വേണമെന്ന്. ലോകത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു കൂട്ടർ വേണം, ആത്മീയ കാര്യങ്ങൾ 2 സ്ഥലത്തും പിടി വേണമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വേറെ വിധത്തിൽ ഞാൻ അട്ടപ്പാടി കേട്ടിട്ടുണ്ട്. അട്ടപ്പാടി ഞാൻ കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്: ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഒരാളെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളവർ എന്ന് പറഞ്ഞാൽ, കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുന്നവർ. ബാക്കിയുള്ളവർ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളവർ. അവർക്ക് സന്ധ്യാപ്രാർത്ഥനയില്ല, അവർക്ക് വിശുദ്ധ ജീവിതം ഇല്ല, സത്യസന്ധതയില്ല, അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല. കാരണം ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. വേറെ ചില സ്ഥലത്ത് പറഞ്ഞെങ്ങനെയാണ്, ചേട്ടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പറഞ്ഞെങ്ങനെയാണ്: അമ്മ പ്രാർത്ഥനയും ഭക്തിയായിട്ട് പൊക്കോട്ടെ, ഞങ്ങൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യ, കുടുംബത്തിലുള്ള സ്ത്രീകളെല്ലാം ദൈവീക കാര്യങ്ങളും പുരുഷന്മാരെല്ലാം ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളവർ. ഇങ്ങനെ അനേകം പ്രദേശങ്ങളിൽ, അനേകം കുഗ്രാമങ്ങളിൽ, അനേകം സ്ഥാപനങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ ഈ ഒരു വേർതിരിവ് കാണാതെ കുറച്ച് പേര് മർത്തയുടെ ഡ്യൂട്ടി, കുറച്ച് പേര് മറിയത്തിൻ്റെ ഡ്യൂട്ടി. ഇന്ന് പ്രസക്തമായ ചോദ്യം ഇങ്ങനെയാണ്: നീ മറിയമാണോ മർത്തയാണോ? നീ ഏത് ഡ്യൂട്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? മർത്തയോ മറിയമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലെ വേദന പറഞ്ഞപ്പോൾ അവൻ ആത്മാർത്ഥമായി പങ്കുവെച്ചതാണ്. കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അവൻ ആത്മാർത്ഥമായി പങ്കുവെച്ചതാണ്. ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ അത് ശരിയല്ലേ, ലോകത്ത് ജീവിക്കും 1-2 പേരെങ്കിലും ലോകത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടേ? എല്ലാവരും അങ്ങനെ ആത്മീയ കാര്യങ്ങൾക്ക് പോയാൽ ശരിയാവോ? അപ്പോഴാണ് കർത്താവ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്ക് ഇടിമുഴക്കം പോലെ വെളിപ്പെടുത്തി തന്നത്: ജീവൻ്റെ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യം പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ആരാണോ ഈ ഭൂമിയിൽ കർത്താവിനെ അന്വേഷിക്കുന്നത്, ആരാണോ ഈ ഭൂമിയിൽ സത്യസന്ധമായും നീതിനിഷ്ഠമായും വിശുദ്ധമായും ജീവിക്കുന്നത്, അവൻ്റെ പേര് മാത്രമേ ജീവൻ്റെ ഗ്രന്ഥത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ നല്ല വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു അപ്പനാണെന്ന് വിചാരിച്ച് മകൻ്റെ പേര് ജീവൻ്റെ ഗ്രന്ഥത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. വീട്ടിൽ അമ്മ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു അമ്മയാണെന്ന് വിചാരിച്ച് മക്കളുടെ പേര് ജീവൻ്റെ ഗ്രന്ഥത്തിൽ ഉണ്ടാകണം നിർബന്ധമില്ല. എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം 18-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായം, അതിൽ 4 മുതൽ 13 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും, പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ഞാനൊരു മർത്തയാണെന്ന് പറഞ്ഞ് പാപം ചെയ്യാൻ ആ കാര്യം ഒരു ന്യായീകരണമായി എടുക്കുന്നത് കർത്താവ് അംഗീകരിച്ചിട്ടില്ല.
പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ എസെക്കിയേൽ 18-ാം അധ്യായത്തിൽ 10 മുതൽ 13 വരെ തിരുലിഖിതങ്ങളിൽ ഒരു മകനെക്കുറിച്ചാണ് രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പൻ നീതിനിഷ്ഠനായി, അപ്പൻ വിശുദ്ധനായി, ദൈവത്തിന് പ്രിയങ്കരനായി, സത്യം മാത്രം പറഞ്ഞ്, പലിശ വാങ്ങാതെ, സാബത്ത് ആചരിച്ച്, ദൈവവചനം അനുസരിച്ച്, ബൈബിൾ പഠിച്ച്, ദൈവരാജ്യ വേല ചെയ്ത് അങ്ങനെ നീതിമാനായി ജീവിക്കുന്നൊരു അപ്പനുണ്ടെന്നിരിക്കട്ടെ. ആ അപ്പന് ഒരു മകൻ ജനിച്ചു. ആ മകൻ്റെ പ്രത്യേകത എസെക്കിയേൽ 18-ാം അധ്യായം 10 മുതൽ 13 വരെ വാക്യങ്ങൾ. എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകിയുമായ ഒരു പുത്രനുണ്ടെന്നിരിക്കട്ടെ. അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്തു, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും പണയവസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങൾ നേരെ കണ്ണുയർത്തുകയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം. അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ? ഇല്ല. ഈ വിധം മ്ലേച്ഛതകൾ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ തീർച്ചയായും മരിക്കും. അവൻ്റെ രക്തം അവൻ്റെ തലയിൽ തന്നെ നിപതിക്കും. ഈ വിധം മ്ലേച്ഛതകൾ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ്റെ അപ്പൻ ശിക്ഷിക്കപ്പെടുകയില്ല, എന്നാൽ അവൻ്റെ രക്തം അവൻ്റെ തലയിൽ തന്നെ നിപതിക്കും. അവൻ്റെ അപ്പൻ്റെ വിശുദ്ധി കൊണ്ട് ഇവൻ്റെ പേര് ജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടുകയില്ല. അവൻ്റെ അപ്പൻ്റെ നല്ല ജീവിതം കൊണ്ട് ഇവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൻ നീതിമാനും നർമ്മനിഷ്ഠനും സത്യസന്ധനും ദൈവവചനപ്രകാരം ജീവിക്കുന്നവനും ദൈവഭയമുള്ളവനും ആയിരുന്നു ശരി തന്നെ. എന്നാൽ മകൻ ദൈവമായി ഇല്ലാത്തവനായി ജീവിച്ചു. അവൻ്റെ മ്ലേച്ഛത നിമിത്തം അവൻ്റെ ജീവൻ നശിക്കും എന്ന് തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിൽ പലരും ആത്മീയ മാർഗത്തിൽ നടക്കുന്നവരായിരിക്കാം. എന്നാൽ നിൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ്? നിൻ്റെ ആത്മാവിനെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? നിൻ്റെ അപ്പൻ വിശുദ്ധനായി, നിൻ്റെ അമ്മ വിശുദ്ധയായി, നിൻ്റെ കൂടപ്പിറപ്പുകൾ പലരും ദൈവിക കാര്യത്തിൽ വ്യാപരിക്കുന്നു എന്നത് നീ പാപത്തിൽ പോകാനുള്ള ഒരു ന്യായീകരണമല്ല. നീ നിൻ്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കണം. നിൻ്റെ ആത്മാവിനെ കണക്ക് കൊടുക്കാൻ നീ മാത്രമേ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി നീ മാത്രമേ ഉണ്ടായി എന്നത് നീ മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41, 42, 43 തിരുലിഖിതങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു. അന്ന് മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രൻ തന്നെ ദൂതന്മാരയക്കുമ്പോൾ അവർ നീതിമാന്മാരായി ജീവിക്കുന്ന അപ്പന്മാരുടെ മക്കളെയും കൂടെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പാപം ചെയ്യുന്നവർ ആരാണെങ്കിലും, ആ പാപം ചെയ്യുന്നവർ ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുകയായിരിക്കാം. അതിൽ ഭർത്താവ് പാപം ചെയ്യുന്ന വഴിയിലൂടെ നടക്കുകയും ഭാര്യ വിശുദ്ധമായി ജീവിക്കുന്ന രീതി നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കാം. എങ്കിൽ രണ്ടുപേർ ഒരുമിച്ചിരിക്കുമ്പോൾ ആ പാപം ചെയ്യുന്ന ആളെ അഗ്നികുണ്ഡത്തിലേക്ക് ദൂതന്മാർ വേർതിരിച്ചു കൊണ്ടുപോകും എന്നല്ലേ തിരുലിഖിതം പഠിപ്പിക്കുന്നത്? ഇത് തന്നെ യേശു ക്രിസ്തു മറ്റൊരു ഭാഗത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ തിരുലിഖിതങ്ങൾ. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവീൻ. നിങ്ങളുടെ കർത്താവ് വരുമ്പോൾ നിങ്ങൾ ഒരുക്കമുള്ളവരായി കാണപ്പെടാൻ വേണ്ടി മകളെ വ്യക്തിപരമായി ഒരുങ്ങിയിരിക്കണം. നിന്റെ അപ്പൻ ഒരുങ്ങി വിചാരിച്ചു നിന്റെ ആത്മാവിന് നിത്യത ഉറപ്പില്ല. നിന്റെ അമ്മ ഒരുക്കമുള്ളവളാന്ന് വിചാരിച്ചു നിന്റെ ആത്മാവിന് നിത്യത ഉറപ്പില്ല. നിന്റെ കർത്താവായ ദൈവം വരുമ്പോൾ നീ ഒരുക്കമുള്ളവനായി കാണപ്പെടണം എന്നല്ലേ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മുടെ കർത്താവ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. സാത്താൻ്റെ കൗശലത്തിൽ പെടരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. അവനവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉണർവോടെ വേല ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും, ഈ ഭൂമി ജനിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും കടമയുണ്ട് എന്നുള്ളത് മറക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായം, അവിടെ തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നൊരു പ്രബോധനമുണ്ട്. 22-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം, വെളിപാട് 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, സമ്മാനവും എൻ്റെ പക്കലുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ഞാൻ ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകാനാണ് വരുന്നത്. അപ്പൻ്റെ പ്രവൃത്തികൾക്ക് മക്കൾക്ക് പ്രതിഫലം ഇല്ല.
ജീവിത പങ്കാളിയുടെ പ്രവൃത്തിക്ക് അടുത്ത ആൾക്ക് പ്രതിഫലം ഇല്ല. അവരവർ ചെയ്ത പ്രവർത്തികൾക്ക് അവരവർക്ക് പ്രതിഫലം കിട്ടും. പാപം ചെയ്താലും അങ്ങനെ തന്നെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശമാണ്, നിൻ്റെ പാപക്കറകൾ കളഞ്ഞ് നീ ഇന്ന് ബോധമുള്ള സമയത്ത്, പ്രവർത്തിക്കാൻ കഴിവുള്ള സമയത്ത്, തിരിച്ചറിവുള്ള സമയത്ത് നിൻ്റെ പാപക്കറകളെ കഴുകി യേശുക്രിസ്തുവിനെ വിളിച്ച് നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കണം. നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ അല്ലാതെ മറ്റാരധ്വാനിക്കും? ഈ ലോകത്തിൽ ഒരുപക്ഷെ പല കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഇടപെടാൻ പറ്റുമായിരിക്കാം. എന്നാൽ സ്വന്തം ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കണം, നിനക്ക് വേണ്ടി നീ അധ്വാനിക്കണം. ഓരോരുത്തരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരവർ അധ്വാനിക്കണം എന്നുള്ളതല്ലേ തിരുലിഖിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന മറ്റൊരു പ്രബോധനമുണ്ട്. എസെക്കിയേൽ പ്രവാചന പുസ്തകം അതിൽ 33-ാം അധ്യായം 12-ാം തിരുലിഖിതം, മനുഷ്യപുത്രാ, നീ നിന്റെ ജനത്തോട് പറയുക, നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവൻ്റെ ദുഷ്ടത മൂലം നശിക്കുകയുമില്ല. നീതിമാൻ പാപം ചെയ്താൽ തൻ്റെ നീതി മൂലം ജീവിക്കാൻ അവന് കഴിയുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പൻ നീതിമാനാണെങ്കിൽ അപ്പൻ്റെ നീതി നിമിത്തം അപ്പൻ്റെ ആത്മാവാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുക. മകൻ നീതിമാനാണെങ്കിൽ മകൻ്റെ നീതി നിമിത്തം മകൻ്റെ ആത്മാവാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് ഞാനും നിങ്ങളും ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണോ? ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ദുഷ്ടൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തെ വിളിച്ചാൽ അവൻ തൻ്റെ ദുഷ്ടത നിമിത്തം നശിക്കുകയില്ല. ഇത് കർത്താവ് എന്നെ നിങ്ങളെ തൊട്ട് തൊട്ട് വിളിക്കുന്ന നിമിഷമാണിത്. നിന്റെ ദുഷ്ടത വിട്ടുപേക്ഷിച്ച് യേശു ക്രിസ്തുവിലേക്ക് തിരിയുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ലോകത്തിൽ അതും ഇതും ചിന്തിച്ച് അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് സാരമില്ല എന്ന് വിചാരിച്ച് സ്വന്തം ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നു പോകുന്ന എൻ്റെ ലാഘവ ബുദ്ധിയിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ നിത്യരക്ഷ തടസ്സപ്പെടുത്താൻ സാത്താൻ കൗശലപൂർവ്വമൊരുക്കുന്ന ഓരോ വാദഗതികളെ ഖണ്ഡിച്ചുകൊണ്ട് ഉറപ്പോടുകൂടെ ദൈവിക കാര്യങ്ങൾ ഉറപ്പോടെ മുന്നേറാൻ ആത്മാവിൻ്റെ അഭിഷേകം തരണമേ. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. സാത്താൻ കൗശലപൂർവ്വം നിത്യനാശത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഓരോ ആത്മാവിനെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഓ ദുഷ്ടാത്മാവെ, ചതിയുടെയും വഞ്ചനയുടെ ആത്മാവെ, ദൈവമക്കളെ വഞ്ചിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിയുക. കുടുംബങ്ങളെയും സമൂഹങ്ങളെയും വ്യതിചലിപ്പിച്ച് യേശു മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചു കൊണ്ടുവന്ന ദുരാത്മവ്യൂഹങ്ങളെ നസ്രായന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും നീ വിട്ടിറങ്ങി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-15 തിരുലിഖിതങ്ങൾ. കുഞ്ഞാടിൻ്റെ ജീവവൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടത്തിലൂടെ അകത്ത് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി വെടിപ്പാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഈ നിമിഷങ്ങളിൽ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ ഓരോ തരത്തിലുള്ള അപഭ്രംശങ്ങളിലൂടെ കർത്താവിൽ നിന്ന് അകന്നുപോയി നിത്യനാശം നമ്മുടെ മേൽ വന്നു ഭവിപ്പാതിരിക്കാൻ, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണർവോടെ കർത്താവിനെ അന്വേഷിക്കാൻ ഈ ദിവസങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. രണ്ട് കരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നിത്യജീവന് വേണ്ടി അധ്വാനിക്കാനുള്ള കൃപ, ദൈവരാജ്യ നഷ്ടത്തെ ഓർത്ത് വിലപിക്കാനുള്ള കൃപ, അനുദപിക്കാനുള്ള കൃപ, നല്ല കുമ്പസാരത്തിലേക്ക് പിന്തിരിയാനുള്ള കൃപ നൽകണമേ എന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കുമ്പസാരം എന്ന കൂദാശ ഉപേക്ഷിച്ച് ജീവിക്കുന്നവരും
നാളുകളായി ദേവാലയങ്ങളിൽ പോകാത്തവർ, വിശുദ്ധ കർമ്മങ്ങളിൽ അകന്നു നിൽക്കുന്നവർ, ബൈബിൾ വായിക്കാത്തവർ, സന്ധ്യാപ്രാർത്ഥന ഉപേക്ഷിച്ചവർ, തിരുസഭ ഉപേക്ഷിച്ചവർ, ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പേര് നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം വർഷിക്കണമേ. ഈ നിമിഷങ്ങളിൽ ഓരോ മകൻ്റെയും മകളുടെയും ഹൃദയങ്ങളിലേക്ക് ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. രോഗപീഠകളെ ശാസിക്കുന്നു, പൈശാചിക പീഠകളെ ശാസിക്കുന്നു, കുടുംബപരമായ എല്ലാ തകർച്ചകളെയും ശാസിക്കുന്നു. കടബാധിതകളും കുടുംബപരമായ അധപതനങ്ങളും അധോഗതിയിലേക്ക് പോകുന്ന അവസ്ഥകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ബാലികാബാലന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവേ, യുവതി യുവാക്കന്മാരെ സ്പർശിക്കണമേ. ദൈവവിളി സ്വീകരിച്ച് കർത്താവിനെ അന്വേഷിക്കുന്നവരെ അവിടുന്ന് അഭിഷേകം ചെയ്ത് അഭിഷേകത്തിൽ ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.